നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി M.E. ഗോവിന്ദൻ്റെ പ്രസ്താവനയും അതിൽ പിടിച്ച കോൺഗ്രസ് നേതാക്കൾ തെരുവ് നായ്ക്കളെ പോലെ ഓരിയിടുന്നതും ജിഹാദികൾക്ക് സുഖമുണ്ടാവാനും ഇന്ദിരാഗാന്ധിയെ വെള്ളപൂശാനും വേണ്ടിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായിരുന്നു അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതൃനിര സ്തംഭിച്ച് നിന്ന സമയത്ത് അവരെ ഉണർത്തി, അവരെ ഏകോപിപ്പിച്ച് അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം തുടങ്ങിയതും അതിന് നേതൃത്വം നൽകിയതും RSS എന്ന ദേശീയ പ്രസ്ഥാനമാണ്. അതിനുശേഷം ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് സംഘടനാ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, അതേപോലെ പ്രമുഖ ഗാന്ധിയർ എല്ലാവരും രംഗത്തെത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തലപ്പൊക്കമുണ്ടായിരുന്ന നേതാക്കളായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡി, നിജലിംഗപ്പ, മൊറാർജി ദേശായി തുടങ്ങിയ പ്രമുഖരെല്ലാവരും ഈ സമരത്തിൻ്റെ ഭാഗമായി. അതുകൊണ്ട് തന്നെ പ്രമുഖ ഗാന്ധിയനായിരുന്ന ജയപ്രകാശ് നാരായണൻ ഈ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ CPI ഇന്ദിരാഗാന്ധിയോടൊപ്പം ചേർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ എതിർക്കുകയും അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുകയും ചെയ്തു. CPI-CPM സംഘർഷങ്ങൾ നിലനിന്നിരുന്നൊരു സമയം കൂടിയാണത്. അതുകൊണ്ട് തന്നെ CPMന് നിഷ്പക്ഷമായ ഒരു നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ഒരു ശേഷിയും അന്ന് CPMനുണ്ടായിരുന്നില്ല. ഗതികേട് കൊണ്ടാണ് CPM ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള RSS നേതൃത്വം നൽകുന്ന അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭ ചേരിയുടെ കൂടെ കൂടിയത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് സഖ്യം CPMൻ്റെ ഒത്തിരി നേതാക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട്. CPIയുടെ സഹായത്തോടു കൂടി തന്നെ ആ കൂട്ടുകെട്ടിൽ നിന്ന് CPMൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ട് വരെയുണ്ട്. അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടർന്ന് 1977 നടന്ന നിയമസഭ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ CPM സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാൻ പോലും പോകാൻ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ RSSൻ്റെ പിന്തുണയോടുകൂടിയാണ് അവർ മത്സരിച്ചത്. ഇത് ഒരു പുതിയ കാര്യമായി കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ ചരിത്ര സത്യം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് പോലും, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ അവബോധമുള്ള വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന 50 വർഷമുള്ള ചരിത്ര സത്യമാണിത്. ഇത് പുതിയതായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് CPM എന്തോ പാപ്പരത്വം കാണിച്ചു എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവിക്കുന്നത് അവർ ചെയ്ത അടിയന്തരാവസ്ഥ എന്ന ദുരന്തത്തിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയാണ്, ഇന്ദിരാഗാന്ധിയെ വെള്ളപൂശുന്നതിനാണ്. ഇതാണ് ഇതിനുള്ള സത്യം. അത് എല്ലാവരും തിരിച്ചറിയണം. ജയ് ഹിന്ദ്.